വീണ്ടും മെസ്സി മാജിക് ആണല്ലേ. ഇതെങ്ങനെ ഈ പഹയൻ ഇത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അർജന്റീന ഒരു അറ്റാക്കിംഗ് ട്രാൻസിഷനിലാണ്. അറ്റാക്കിംഗ് ട്രാൻസിഷനിലാകുമ്പോൾ 2 പ്ലെയേഴ്സ് ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് റൺസ് നടത്താണ് ഇൻ ബിഹൈൻഡ് ഡീപ്പായിട്ട്. ഈ സമയത്ത് മെസ്സി എന്താ ചെയ്യുന്നത്? മെസ്സി അതേ റണ്ണ് നടത്താതെ ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് ബോൾ റിസീവ് ചെയ്യുന്നു. ട്രാൻസിഷനിലായതുകൊണ്ടും 2 പ്ലെയേഴ്സ് ബിഹൈൻഡ് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ടും മെസ്സിക്ക് ഫ്രണ്ടിൽ ധാരാളം സ്പേസ് വരെയാണ്. ഈ സ്പേസിലേക്ക് മെസ്സി ഡ്രൈവ് ചെയ്തിട്ട് തന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻ കണ്ടെത്താണ്. കാരണം എന്താണ്, റൈറ്റ് സൈഡിലുള്ള ചാനൽ അൽജീരിയ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രഷർ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തിട്ട് ബാക്ക് ഫോറിനെ പുഷ് ചെയ്തിട്ട് വീണ്ടും ഇറക്കാണ്. ബാക്ക് ഫോറിന്റെ സ്ട്രക്ചർ റെഡിയാക്കാനായിട്ട് അൽജീരിയ ശ്രമിക്കുമ്പോൾ മെസ്സി ആ ബാക്ക് ലൈൻ അറ്റാക്ക് ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? പേസ് കുറച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് സെൻട്രൽ ചാനൽ തന്നെ ഓക്യുപ്പൈ ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് എടുക്കുന്ന ഒരു ഷോട്ടിലൂടെയാണ് ബ്രില്യൻ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ട് തന്റെ ഹാട്രിക് മെസ്സി കംപ്ലീറ്റ് ചെയ്യുന്നത്. പല പ്ലേയേഴ്സും ഈ ഒരു സാഹചര്യത്തിൽ ബോളിനോട് ക്ലോസ് ആയിട്ട് റിസീവ് ചെയ്യാൻ വരും. പക്ഷേ മെസ്സി ആ ഒരു സോൺ 14 തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെപ്പോഴും ബാക്ക് ലൈൻ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും സ്പ്രിന്റുകൾ ചെയ്തിട്ട് ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പോലെ പിന്നിൽ നിന്ന് പ്രഷർ ഇല്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ടൈം ആൻഡ് സ്പേസ് കിട്ടും. ഇവിടെ പ്രഷർ എവിടെയായിരുന്നു? പിന്നിൽ നിന്നുള്ള പ്രഷർ മെസ്സി ലെഫ്റ്റ് ഹാൻഡ് ചാനലിലേക്ക് പാസ് കൊടുത്തപ്പോൾ ആ പ്രഷർ അങ്ങോട്ട് ഡൈവേർട്ടായി. അതുകൊണ്ട് തന്നെ മെസ്സി ആ തിരിച്ചുള്ള പാസ് ക്ലോസ് ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നെങ്കിൽ ഈ പിന്നിൽ നിന്ന് വരുന്ന പ്ലെയർക്കുള്ള പ്രഷർ മെസ്സിയിലേക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമല്ല. കാരണം ഡിസ്റ്റൻസസ് ചെറുതാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ബോൾ ട്രാക്ക് ചെയ്തിട്ട് മെസ്സിയിലേക്ക് പോകാനും ക്ലോസ് ഡൗൺ ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമാണ്.